भैया बाकी ले लो। अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचा तो तेरा पैसा नहीं मिलेगा। ये तेरी झंग भरी चीज कौन खरीदेगा भाई? मोटा मोटे तुरुंब निंटे मोटे तलेकाड़ा। ये अशोक इधर आ। क्या जमाना है। ഇവനിപ്പോ എന്താ ചെയ്യാ? തിരിച്ചു വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ ട്രെയിൻ മിസ്സാവും. बहनों को आप लोगों की मदद की सख्त जरूरत है। സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനാന്ന് തോന്നുന്നു. बर्तन को और कोई भी चीज है ദുരിതാശ്വാസ पीड़ित लोगों को मदद कर। आप ഈ लोगों കുഞ്ഞാടിനെ ആ അച്ഛനെ ഏൽപ്പിക്കാം. നീ എന്നെ ദാനം കൊടുക്കാൻ പോവേണ? पुण्य कमा ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കും. ആ മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കണ്ടാൽ എന്നെക്കാളും മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആ. വെറുതെ തലക്കിട്ട് അടിക്കല്ലടാ പുല്ല്. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കില് ഞങ്ങള് തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞേനെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ല, എന്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രല്ല, ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ നടത്തും. പിന്നെ ഈ തുരുമ്പോട്ടൊരു കാര്യമില്ല. എടാ തെണ്ടി, അതുകൊണ്ട് അച്ഛനിത് എടുത്തു. സൂക്ഷിച്ച്. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി. ഈശ്വരന്തൊരു തിരക്ക. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്? ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചത്. ഓ, എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് അല്ല, പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ. ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറി അല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. നോക്കടാ, എന്തൊക്കെയായിരുന്നു ഇവിടെ. കമോൺ കമോൺ എവരിബഡി, കം ഫാസ്റ്റ്, കം ഫിറ്റ് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുവാ, ഈ റോട്ടിൽ കൂടി പോണ പെമ്പിള്ളേരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം.
ജസ്റ്റ് ഫോർ ടൈം പാസ് കിട്ടാ कौन से खींचा अरे मैं पूछता हूँ कौन से खींचा ഏ പറയരുത് പ്ലീസ് പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയെടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത് പറയരുത്. आपको मालूम है कौन से खींचा मुझे पता नहीं मगर एक आदमी इधर से भाग के चला गया. साले चल എന്തേടോ എന്നെ വരയ്ക്കാൻ തോന്നുന്നു. എന്റെ ദൈവം ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? കറക്റ്റ് ആണ്. ആ കൈ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്. അത് ഞാനാണ്. അല്ല ഞാനല്ല. കറക്റ്റ് ആണ്. താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? മോശമാക്കരുത്. എടോ അയ്യോ, ദേഖോ ദേഖോ യേ ഉസ്കാ ചഹരാ ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. എന്റെ പൊൻ- ആ, കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെയല്ലേ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല. ഓക്കെ. അയ്യോ വേണമെങ്കിൽ പോവാണോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം. ആ, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ആ? ആ, ഛി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമുന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത് എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂനെ സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വടിയായാലും മതി. എന്റെ പോടും. ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം.
അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിലാ ഇറങ്ങുന്നത്. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ പൂനെയിൽ പോസ്റ്റ് ഓഫീസ് ഇല്ലേ? കളിക്ക് കളി 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 കളി. അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. ആഹാ. അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു.